ഹലോ ഫ്രണ്ട്സ്, എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറേയേറെ വിവാദങ്ങളും പരാമർശങ്ങളിലുമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത്. പരാമർശങ്ങളിലേക്കല്ല, ഇൻഫർമേഷനിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. എയർ ഇന്ത്യയുടെ ഒരു കുഞ്ഞു ചരിത്രം പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ ഈ ഇൻഫോർമേഷൻ വീഡിയോ. എയർ ഇന്ത്യ ആദ്യമായി ആരംഭിക്കുന്നത് 1932 ടാറ്റ എയർലൈൻസ് എന്ന പേരിലാണ്. ജഹാംഗീർ രത്തൻജി ദാദാബായ് ടാറ്റ എന്നറിയപ്പെടുന്ന JRD ടാറ്റയാണ് 1932 ഈ ടാറ്റ എയർലൈൻ സ്ഥാപിക്കുന്നത്. അഹമ്മദാബാദിലും കറാച്ചിയിലേക്കും മുംബൈയിലേക്കും മദ്രാസിലേക്കുമാണ് ആദ്യത്തെ മെയിൽ സർവീസുകളായി ഈ എയർലൈൻസ് ആരംഭിക്കുന്നത്. തുടർന്ന് 1939 ഡൽഹിയിലേക്കും തിരുവനന്തപുരത്തു നിന്നും അതുപോലെ കൊളംബോയിൽ നിന്നുമൊക്കെ ഈ എയർലൈൻസിന്റെ സർവീസുകൾ ആരംഭിക്കുകയുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം 1946 ടാറ്റ എയർലൈൻസ് ഒരു പബ്ലിക് എന്റർപ്രൈസ് ആവുകയും എയർ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള പേരിൽ നാമകരണം ചെയ്യുകയും ചെയ്യപ്പെട്ടു. ബോംബെയിൽ നിന്ന് കെയ്റോയിലേക്കും ജനീവയിലേക്കും ലണ്ടനിലേക്കും ഒക്കെ സർവീസ് ആരംഭിക്കുന്നതിനായി എയർ ഇന്ത്യ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വീണ്ടും ഇതിനൊരു പേര് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം 1953 ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാ എയർലൈൻസിനെയും ദേശസാൽക്കരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ നാഷണലൈസ് ചെയ്യപ്പെടുകയുണ്ടായി. അതിന്റെ പരിണിതഫലമായി 2 കോർപ്പറേഷനുകൾ രൂപീകരിക്കുകയുണ്ടായി. ഡൊമസ്റ്റിക് സർവീസിന് വേണ്ടി ഇന്ത്യൻ എയർലൈൻസ് കോർപ്പറേഷൻ എന്നും ഇന്റർനാഷണൽ സർവീസിന് വേണ്ടി എയർ ഇന്ത്യ ഇന്റർനാഷണൽ കോർപ്പറേഷൻ രൂപീകരിച്ചു. ഈ കാലങ്ങളിലൊക്കെ തന്നെ സൗത്ത് അമേരിക്ക ഒഴികെയുള്ള മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും ഇന്റർനാഷണൽ സർവീസുകൾ ആരംഭിക്കാൻ അന്ന് എയർ ഇന്ത്യക്ക് സാധിച്ചു. ഒരു ഹൈഫന് പോലും മാർക്കറ്റിംഗിൽ ഭയങ്കര സ്ഥാനമുണ്ടെന്ന് കാണിക്കുന്നത് എയർ ഇന്ത്യയാണ്. കാരണം 2005 മുൻപ് എയർ ഇന്ത്യയുടെ നടുക്ക് എയർ കഴിഞ്ഞൊരു ഹൈഫൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സെർച്ച് ചെയ്യുമ്പോൾ സെർച്ചിന്റെ എളുപ്പത്തിന് വേണ്ടിയും അവരുടെ കമ്പ്യൂട്ടേഷൻ പ്രോസസ്സിന്റെ എളുപ്പത്തിന് വേണ്ടിയും ആ ഒരു ഹൈഫൺ അവർ മാറ്റി എയർ ഇന്ത്യ ഒരുമിച്ചാക്കി. അതുകൊണ്ട് ഒരു ഹൈഫന് പോലും മാർക്കറ്റിംഗിന് വിലയുണ്ടെന്ന് കാണിച്ചു തന്ന ഒരു കമ്പനിയാണ് എയർ ഇന്ത്യ എന്ന് പറയുന്നത്. അതിനുശേഷം 1994 പ്രൈവറ്റ് എയർലൈൻസിന് ഇന്ത്യ ഗവൺമെന്റ് അധികാരം നൽകുകയുണ്ടായി. അതോടുകൂടി ഈ കോമ്പറ്റീഷൻ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ എയർ ഇന്ത്യ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്ന കമ്പനി 2007 ഇന്ത്യൻ എയർലൈൻസുമായി മെർജ് ചെയ്ത് നാഷണൽ ഏവിയേഷൻ കമ്പനി ലിമിറ്റഡ് എന്നൊരു കമ്പനി രൂപീകരിച്ചു. അതിനുശേഷം വീണ്ടും 2010 അത് എയർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്തു. വീണ്ടും കടബാധ്യത ഏറിക്കൊണ്ടിരുന്നതിനാൽ 2017 സർക്കാർ ഇതിനെ പ്രൈവറ്റൈസ് ചെയ്യുന്നതിനുള്ള നീക്കം ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ അവസാനം 2021 ഈ എയർലൈൻ കമ്പനി ടാറ്റ ഗ്രൂപ്പിന് സർക്കാർ വിൽക്കുകയുണ്ടായി. അങ്ങനെ ടാറ്റ എയർലൈൻസിൽ തുടങ്ങി വീണ്ടും ടാറ്റ ഗ്രൂപ്പിലേക്ക് തന്നെ എത്തപ്പെട്ട ഒരു ചരിത്രമാണ് എയർ ഇന്ത്യക്കുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി ഞാൻ വിശ്വസിക്കുന്നു. വളരെ കുഞ്ഞു ചരിത്രമാണ് എയർ ഇന്ത്യയുടെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.